നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹിമാലയൻ നദികളുടെ രണ്ടാമത്തെ ഭാഗമാണ്. ഒന്നാമത്തെ ഭാഗം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ല സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിന്ധുവിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളെ പറ്റിയിട്ടാണ്. സിന്ധു നദിയുടെ ഇടത് ഭാഗത്തെ പോഷക നദികളാണ് ഝലം നദി, ചെനാബ് നദി, രവി നദി, ബിയാസ് നദി, സത്ലജ് നദി. സിന്ധു നദിയുടെ ഇടതു ഭാഗത്തെ പോഷക നദികളാണ് ഝലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നീ നദികള്. അതായത് നമ്മുടെ സിന്ധു നദി ഒഴുകി വരുന്ന സമയത്ത് സിന്ധു നദിയുടെ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ വലത് ഭാഗത്ത് നിന്നും ഇടത് ഭാഗത്ത് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നും മറ്റു നദികൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റു ചെറു നദികൾ എന്ത് ചെയ്യുന്നുണ്ട്, വന്നു ചേരുന്നുണ്ട്. അപ്പോ വലത് ഭാഗത്ത് നിന്ന് വരുന്ന നദികളും ഇടത് ഭാഗത്ത് നിന്ന് വരുന്ന നദികളെയും PSC കൃത്യമായിട്ട് വേർതിരിച്ച് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കും അങ്ങനെ തന്നെ പഠിക്കണം. സിന്ധു നദിയുടെ ഇടത് ഭാഗത്തെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഝലം നദി, ചെനാബ് നദി, രവി നദി, ബിയാസ് നദി, സത്ലജ് നദി. ഇതാണ് PSC സ്ഥിരം ചോദിക്കുന്നത്. ഇടത് ഭാഗമാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് എക്സാമുകൾക്ക് സിന്ധു നദിയുടെ വലത് ഭാഗത്തുള്ള പോഷക നദികളും ചോദിച്ചിരുന്നു. അതുകൊണ്ട് അതുകൂടി നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ പഠിക്കണം. ഇനി ഈ പറഞ്ഞിരിക്കുന്ന സിന്ധു നദിയുടെ പോഷക നദികൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ യാതൊരു വിധത്തിൽ ടെൻഷനും വേണ്ട. നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡ് ഉണ്ട്. കോഡ് ഇത്രയേ ഉള്ളൂ: സിന്ധുവിന്റെ JCB ലജ്ജയുള്ള രവിക്ക് നൽകി എന്നങ്ങ് പഠിക്കുക. കോഡ് എന്താ സുഹൃത്തുക്കളെ? സിന്ധുവിന്റെ JCB ലജ്ജയുള്ള രവിക്ക് നൽകി എന്നങ്ങ് പഠിക്കുക. ഒന്നുകൂടി കോഡ് പറയാൻ സുഹൃത്തുക്കളെ: സിന്ധുവിന്റെ JCB ലജ്ജയുള്ള രവിക്ക് നൽകി എന്നങ്ങ് പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. ഇനി നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. സിന്ധുവിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധു നദി തന്നെയാണ്. സിന്ധുവിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധു നദി തന്നെയാണ്. JCBയുടെ J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഝലം നദി. JCBയുടെ J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഝലം നദി. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെനാബ് നദി. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെനാബ് നദി. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയാസ് നദി. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയാസ് നദി. ഇനി ലജ്ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്ലജ് നദിയാണ്. ലജ്ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്ലജ് നദിയെ സൂചിപ്പിക്കുന്നു. ലജ്ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്ലജ് നദിയെ സൂചിപ്പിക്കുന്നു. അതുപോലെ രവിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രവി നദിയെ സൂചിപ്പിക്കുന്നു. രവിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രവി നദിയെ സൂചിപ്പിക്കുന്നു. ഒന്നുകൂടി കോഡ് പറയുവാണ് സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. സിന്ധുവിന്റെ JCB ലജ്ജയുള്ള രവിക്ക് നൽകി. കോഡ് എന്താണ്? സിന്ധുവിന്റെ JCB ലജ്ജയുള്ള രവിക്ക് നൽകി എന്നങ്ങ് പഠിക്കുക. ഇതിൽ സിന്ധുവിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധു നദിയെ സൂചിപ്പിക്കുന്നു. JCBയുടെ J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഝലം നദിയാണ്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെനാബ് നദി. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയാസ് നദി. ഇനി ലജ്ജയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്ലജ് നദിയാണ്. ലജ്ജ എന്ന് പറഞ്ഞാൽ സത്ലജ് നദിയാണ്. അതുപോലെ തന്നെ രവിക്ക് നൽകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രവി നദിയാണ്. പഠിക്കുക. അപ്പോ സ്ഥിരം PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന സിന്ധു നദിയുടെ ഇടതുവശത്തുള്ള എല്ലാ പോഷക നദികളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് സിന്ധു നദിയുടെ വലതുവശത്ത് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലുള്ള പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണെന്നുള്ളത്. നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത് ഷോക്ക് റിവർ. എന്താണ് ഷോക്ക് റിവർ അല്ലെങ്കിൽ ഷോക്ക് നദി? നുബ്ര നദി, ഷിഗർ നദി, ഗിൽജിത്ത് നദി, ഹൻസ അല്ലെങ്കിൽ ഹുൻസ നദി. രണ്ട് പ്രൊണൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹുൻസ നദി എന്ന് പറയാം, നമുക്ക് ഹൻസ നദി എന്ന് പറയാം. അപ്പോ സിന്ധു നദിയുടെ വലതുവശത്തുള്ള പ്രധാനപ്പെട്ട പോഷക നദികൾ ചോദിച്ചു കഴിഞ്ഞാൽ ഷോക്ക് നദി, നുബ്ര നദി, ഷിഗർ നദി, ഗിൽജിത്ത് നദി, അതുപോലെ ഹുൻസ നദി. പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. സിന്ധു നദിയുടെ വലത്തുവശത്ത് നിന്നും വന്നു ചേരുന്ന പോഷക നദികൾ അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന പോഷക നദികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷോക്ക് നദിയുണ്ട്, നുബ്ര നദിയുണ്ട്, ഷിഗർ നദിയുണ്ട്, ഗിൽജിത്ത് നദിയുണ്ട്, ഹുൻസ നദിയുണ്ട്. പഠിക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട. നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡ് ഉണ്ട്. പ്രധാനപ്പെട്ട സിന്ധു നദിയുടെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തുമുള്ള പോഷക നദികൾ മൊത്തം നമ്മളിവിടെ പഠിക്കാം. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡ് ഉണ്ട്. ഈ ഒരു ഈസി കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് സിന്ധു നദിയുടെ വലത് ഭാഗത്തുള്ള എല്ലാ പോഷക നദികളും ലഭിക്കുന്നതാണ്. കോഡ് ഇത്രയേ ഉള്ളൂ: NSD കാരനായ ഹൻസയ്ക്ക് ഷോക്ക് ഏറ്റു എന്നങ്ങ് പഠിക്കുക. NSD കാരനായ ഹൻസയ്ക്ക് ഷോക്ക് ഏറ്റു എന്നങ്ങ് പഠിക്കുക. ഒന്നുകൂടി കോഡ് പറയുവാണ്, ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. NSG കാരനായ ഹൻസയ്ക്ക് ഷോക്ക് ഏറ്റു എന്നങ്ങ് പഠിക്കുക. ഇതിൽ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുബ്ര നദി, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഗർ നദി, G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിൽജിത്ത് നദി, ഹൻസയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുൻസ നദിയാണ്. ചില സ്ഥലത്ത് ഹൻസ എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യും കേട്ടോ. ഹൻസയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുൻസ നദി. അതുപോലെ ഷോക്ക് ഏറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക് നദി. ഷോക്ക് ഏറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക് നദി. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. NSG കാരനായ ഹൻസയ്ക്ക് ഷോക്ക് ഏറ്റു എന്നങ്ങ് പഠിക്കുക. ഇതിൽ NSGയിലെ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുബ്ര നദി, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഗർ നദി, G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിൽജിത്ത് നദി,
ഹൻസക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുൻസ നദി, അതുപോലെ ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക് നദി. പഠിക്കുക, മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവന് ഇത് കോഡ് രൂപത്തിൽ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തന്നത്. സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഇത്ര ഭാഗം പഠിക്കുക. ഇനി നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കൽക്കരി പാഠങ്ങൾ പഠിക്കണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ആണ് ഇതെല്ലാം. അതുകൊണ്ട് വ്യക്തമായിട്ട് പഠിക്കുക. ജാറിയ, ജാർഖണ്ഡ്, പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ജാറിയ, ജാർഖണ്ഡ്. റാണിഗഞ്ച്, ബംഗാള്. റാണിഗഞ്ച് എവിടെയാ സ്ഥിതി ചെയ്യുന്ന സുഹൃത്തുക്കളെ? ബംഗാള്. കോർബ കൽക്കരിപ്പാടം, ഛത്തീസ്ഗഡ്. കോർബ കൽക്കരിപ്പാടം, ഛത്തീസ്ഗഡ്. ഹിംഗിരി, ഒഡീഷ. ഹിംഗിരി, ഒഡീഷ. നെയ്വേലി, തമിഴ്നാട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ്. നെയ്വേലി, തമിഴ്നാട്. കമ്പത്, മഹാരാഷ്ട്ര. കമ്പത് എവിടെയാണ്? മഹാരാഷ്ട്ര. ലെസോ, ആസാം. ലെസോ, ആസാം. ലെസോ, ആസാം. പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ലെസോ, ആസാം. ധാരൻഗിരി, മേഘാലയ. ധാരൻഗിരി എവിടെയാണ്? മേഘാലയ. കോതകുണ്ഠം, അതുപോലെ തന്നെ സിംഹരേണി, തെലുങ്കാന. ഇത് രണ്ടും PSC 50-ൽ കൂടുതൽ തവണ റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യമാണ്. കോതകുണ്ഠവും അതുപോലെ തന്നെ സിംഹരേണിയും തെലുങ്കാനയാണ്. ഇനി സിംഗ്രൗലിയും സോഹൻപൂറും മധ്യപ്രദേശാണ്. സിംഗ്രൗലിയും സോഹൻപൂറും എവിടെയാണ്? മധ്യപ്രദേശാണ്. ഇതും 50-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യമാണ്. ഇതിൽ സിംഹരേണി നല്ലോലെ പഠിച്ചോളണേ, തെലുങ്കാന. അതുപോലെ തന്നെ സിംഗ്രൗലി പഠിച്ചോളണം, എവിടെയാണത്? മധ്യപ്രദേശ്. ഇത് രണ്ടും PSC ചോദിച്ചിട്ട് ഓപ്ഷൻ അത് തെലുങ്കാനയും മധ്യപ്രദേശും തന്നിരിക്കും. കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് വ്യക്തമായി പഠിക്കുക. സിംഹരേണി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെലുങ്കാനയും, സിംഗ്രൗലി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശ് സംസ്ഥാനത്തിലുമാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കൽക്കരിപ്പാടങ്ങൾ ഒന്നുകൂടി പറയുവാണ്, ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കള്. ജാറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാർഖണ്ഡ് ആണ്, പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. റാണിഗഞ്ച്, ബംഗാള്. കോർബ, ഛത്തീസ്ഗഡ്. ഹിംഗിരി, ഒഡീഷ. നെയ്വേലി, തമിഴ്നാട്. കമ്പത്ത്, മഹാരാഷ്ട്ര. ലെസോ, ആസാം. ധാരൻഗിരി, മേഘാലയ. കോതകുണ്ഠവും സിംഹരേണിയും തെലുങ്കാന. സിംഗ്രൗലി ആണെങ്കിൽ അത് മധ്യപ്രദേശ്. സോഹൻപൂർ ആണെങ്കിൽ അത് എവിടെയാണ്? മധ്യപ്രദേശ്. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ പഠിച്ചു വെച്ചിരിക്കുക. രണ്ടാം ഈഴോ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1900-ലാണ്. രണ്ടാം ഈഴോ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1900-ലാണ്. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം സാമൂഹിക ക്ഷേമ സഭയായ ഇസ്ലാം സഭ പൊന്നാനിയിൽ രൂപീകരിച്ച വർഷം 1900. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം സാമൂഹിക ക്ഷേമ സഭയായ ഇസ്ലാം സഭ പൊന്നാനിയിൽ രൂപീകരിച്ച വർഷം 1900 ഒന്നുകൂടി പറയാൻ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം സാമൂഹിക ക്ഷേമ സഭയായിട്ടുള്ള ഇസ്ലാം സഭ പൊന്നാനിയിൽ രൂപീകരിച്ച വർഷം 1900. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയിയായ കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1900. രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞത്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? കഴ്സൺ ആണ്. ആ കഴ്സൺ തിരുവിതാംകൂർ സന്ദർശിച്ച വർഷം എത്രയെന്ന് ചോദിച്ചാൽ അത് 1900-ലായിരുന്നു. ഇത് രണ്ടും മറക്കല്ലേ സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ചോദ്യവുമാണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു ആണ്. ഈ കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1900-ലാണ്. തിരുവിതാംകൂറിൽ പുരാവസ്തു വകുപ്പ് സ്ഥാപിതമായ വർഷം 1900. തിരുവിതാംകൂറിലെ പുരാവസ്തു വകുപ്പ് സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ അത് 1900-ആണ്. തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരം നിർമ്മിച്ച വർഷം 1900. തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരം സ്ഥാപിതമായ അല്ലെങ്കിൽ നിർമ്മിതമായ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1900-ലാണ്. സ്ത്രീകൾക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അനുമതി കൊടുത്ത വർഷം 1900. സ്ത്രീകൾക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അനുമതി കൊടുത്ത വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1900-ആണ്. അതുപോലെ തന്നെ നോർമൻ പ്രിച്ചാർഡ് ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിക്കൊടുത്ത വർഷം ചോദിച്ചാൽ അത് 1900 എന്ന്. ബ്രിട്ടീഷ് ഇന്ത്യ ആയിരുന്നു കേട്ടോ, ഓർക്കുക. നോർമൻ പ്രിച്ചാർഡ് ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിക്കൊടുത്ത വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1900. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1900. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം സാമൂഹിക ക്ഷേമ സഭയായ ഇസ്ലാം സഭ പൊന്നാനിയിൽ രൂപീകരിച്ച വർഷം ചോദിച്ചാൽ അത് 1900-ആണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആയ കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ച വർഷം 1900-ആണ്. ഇവിടെയും രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ പറയുന്നു. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആര് എന്ന് ചോദിച്ചാൽ അത് കഴ്സൺ പ്രഭുവും. കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1900-മാണ്. തിരുവിതാംകൂറിൽ പുരാവസ്തു വകുപ്പ് സ്ഥാപിതമായ വർഷം 1900. തിരുവിതാംകൂറിലെ പുരാവസ്തു വകുപ്പ് സ്ഥാപിതമായ വർഷം 1900. തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരം നിർമ്മിച്ച വർഷം 1900.
തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരം നിർമ്മിച്ച വർഷം 1900. സ്ത്രീകൾക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അനുമതി കൊടുത്ത വർഷം 1900. സ്ത്രീകൾക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അനുമതി കൊടുത്ത വർഷം 1900. അതുപോലെ തന്നെ നോർമൻ പ്രിച്ചാർഡ് ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിക്കൊടുത്ത വർഷം 1900 പഠിക്കുക. ആക്സോണുകളെ പൊതിഞ്ഞു കാണപ്പെടുന്ന കൊഴുപ്പടങ്ങിയ പാളി അറിയപ്പെടുന്ന പേരാണ് മയലിൻ ഷീറ്റ് പഠിക്കുക. ആക്സോണുകളെ പൊതിഞ്ഞു കാണപ്പെടുന്ന കൊഴുപ്പടങ്ങിയ പാളിയാണ് മയലിൻ ഷീറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മയലിൻ ഷീറ്റിന്റെ നിറം ചോദിച്ചാൽ വെളുത്ത നിറമാണ് പഠിക്കുക. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. മയലിൻ ഷീറ്റിന്റെ നിറം എന്തെന്ന് ചോദിച്ചാൽ അത് തിളക്കമുള്ള വെളുത്ത നിറമാണ് കേട്ടോ. തിളക്കമുള്ള വെളുത്ത നിറമാണ് മയലിൻ ഷീറ്റിനുള്ളത്. മയലിൻ ഷീറ്റുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണെങ്കിൽ അതിനെ വൈറ്റ് മാറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നു. മയലിൻ ഷീറ്റുള്ള നാഡീകോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വൈറ്റ് മാറ്റർ എന്നും, മൈലിൻ ഷീറ്റ് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണെങ്കിൽ അതിനെ ഗ്രേ മാറ്റർ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. മൈലിൻ ഷീറ്റുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണെങ്കിൽ അവിടെ നല്ല വെളുത്ത നിറത്തിലായിരിക്കും, അതുകൊണ്ട് അവിടെ വൈറ്റ് മാറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നു. മൈലിൻ ഷീറ്റ് ഇല്ലാത്ത നാഡീകോശങ്ങൾക്ക് നിറം ഗ്രേ കളർ ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഗ്രേ മാറ്റർ എന്ന പേരിലും അറിയപ്പെടുന്നു. മൈലിൻ ഷീറ്റിന്റെ ധർമ്മങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, മൈലിൻ ഷീറ്റിന്റെ ധർമ്മങ്ങൾ. ആക്സോണിന് പോഷകഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുന്നത് മൈലിൻ ഷീറ്റാണ്. മറക്കരുത്, ആക്സോണിന് ആവശ്യമായിട്ടുള്ള പോഷകഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുന്നതാണെന്ന് ചോദിച്ചാൽ അത് മൈലിൻ ഷീറ്റാണ്. ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നത് മൈലിൻ ഷീറ്റാണ്. ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് മൈലിൻ ഷീറ്റാണ്. അതുപോലെ തന്നെ ഒരു വൈദ്യുത ഇൻസുലേറ്റർ ആയി പ്രവർത്തിക്കുന്നു മൈലിൻ ഷീറ്റ്. മറക്കല്ലേ, ഒരു വൈദ്യുത ഇൻസുലേറ്റർ ആയി പ്രവർത്തിക്കുന്നു മൈലിൻ ഷീറ്റ്. സുഹൃത്തുക്കൾ ഡൗട്ട് വേണ്ട, എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഡീകോശങ്ങളിലൂടെ സന്ദേശങ്ങൾ കടന്നു പോകുന്നത് വൈദ്യുത രൂപത്തിലാണ്. അപ്പോൾ അതിന്റെ ലീക്കേജ് തടയുന്നതിന് വേണ്ടിയിട്ട് ഒരു വൈദ്യുത ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു ആരാണ്? മൈലിൻ ഷീറ്റ്. അതുപോലെ തന്നെ ബാഹ്യശതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുന്നതും ആരാണ്? മൈലിൻ ഷീറ്റാണ്. ബാഹ്യശതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുന്നതും ആരാണ്? മൈലിൻ ഷീറ്റാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ആക്സോണുകൾ പൊതിഞ്ഞു കാണപ്പെടുന്ന കൊഴുപ്പടങ്ങിയ പാളിയാന്ന് ചോദിച്ചാൽ അത് മൈലിൻ ഷീറ്റാണ്. മൈലിൻ ഷീറ്റിന്റെ നിറം ചോദിച്ചാൽ തിളക്കമുള്ള വെള്ള നിറമാണ്. മൈലിൻ ഷീറ്റിലുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം അറിയപ്പെടുന്ന പേര് വൈറ്റ് മാറ്റർ എന്നാണ്. മൈലിൻ ഷീറ്റ് ഇല്ലാത്ത നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഗ്രേ മാറ്റർ എന്ന്. അതുപോലെ മൈലിൻ ഷീറ്റിന്റെ പ്രധാന ധർമ്മങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആക്സോണിന് പോഷകഘടകങ്ങളും ഓക്സിജനും എത്തിച്ചു കൊടുക്കുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി പ്രവർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുക. ഇത്രയുമാണ് പ്രധാനപ്പെട്ട മൈലിൻ ഷീറ്റിന്റെ ധർമ്മങ്ങൾ. ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ പഠിക്കുക. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ആൽക്കലി ലോഹങ്ങൾ. LGS ലെവൽ ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ആൽക്കലി ലോഹങ്ങൾ എന്ന്. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ആരൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. മറക്കല്ലേ, ഒന്നുകൂടി പറയാം. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളെല്ലാം അറിയപ്പെടുന്ന പേരെന്താ സുഹൃത്തുക്കളെ? ആൽക്കലി ലോഹങ്ങൾ എന്നാണ്. ഈ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഒന്നുകൂടെ പറയാം സുഹൃത്തുക്കളെ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, അതുപോലെ തന്നെ ഫ്രാൻസിയം. പഠിക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ചെറിയൊരു കോഡ് പറഞ്ഞു തരാം സുഹൃത്തുക്കളെ. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം പറയുവാണ്. ഈ കോഡ് ഒന്ന് പഠിച്ചു വെക്കുക. LPS കാരി റൂബിക്ക് ഫ്രാൻസിൽ CC ഉണ്ട് എന്നങ്ങ് പഠിക്കുക. നമ്മൾ വാഹനങ്ങളൊക്കെ CCക്ക് എടുക്കൂലേ, അതങ്ങ് ഉദ്ദേശിച്ചാൽ മതി. LPS കാരി റൂബിക്ക് ഫ്രാൻസിൽ CC ഉണ്ട് എന്നങ്ങ് പഠിക്കുക. ഇതിൽ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയമാണ്. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയം. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം. റൂബിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുബീഡിയം. റൂബിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുബീഡിയം. ഫ്രാൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിയം. ഫ്രാൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിയം. അതുപോലെ CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസിയം. കഴിഞ്ഞു നമ്മുടെ ഒന്നാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങളെല്ലാം. അപ്പോൾ ഒന്നുകൂടി പറയാം, നമ്മുടെ കോഡ് LPS കാരി റൂബിക്ക് ഫ്രാൻസിൽ CC ഉണ്ട് എന്നങ്ങ് പഠിക്കുക. LPS കാരി റൂബിക്ക് ഫ്രാൻസിൽ CC ഉണ്ട് എന്നങ്ങ് പഠിക്കുക. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയം, P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം, റൂബിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുബീഡിയം,
ഫ്രാൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻഷ്യത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CCയത്തെ സൂചിപ്പിക്കുന്നു. പഠിക്കുക. അടുത്തതാണ്, നമ്മളൊരു വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ നമുക്ക് റിപ്ലൈ ലഭിക്കുമെന്ന് അറിയണം അല്ലെ? നമുക്ക് തിരിച്ച് മറുപടി എപ്പോൾ ലഭിക്കുമെന്ന് നമുക്ക് അറിയണം അല്ലെ? അതിനു വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് സമയപരിധി എന്നുള്ളത്. എന്താണ് സമയപരിധി എന്നുള്ളത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ അപേക്ഷ നൽകുന്നതെങ്കിൽ, ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ അപേക്ഷ നൽകുന്നത് എങ്കിൽ 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം. എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം? 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകിയിരിക്കണം. ഇമ്പോർട്ടന്റ് പോയിന്റും PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ നൽകുന്നത് എങ്കിൽ 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം. അപേക്ഷ സമർപ്പിച്ചത് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ, ഒന്നുകൂടി എടുത്തു പറയാം, അപേക്ഷ സമർപ്പിച്ചത് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് എങ്കിൽ 35 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം. 35 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? മറുപടി ലഭിക്കണം. തമ്മിൽ തെറ്റിപ്പോവരുത്. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ഒരുപാട് തവണ +2 മുതൽ ഡിഗ്രി വരെ ചോദിച്ചിട്ടുണ്ട്. 1-2 തവണ LDക്കും ചോദിച്ചിട്ടുണ്ട്. ഇനി പക്കാ LD ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വരും. അതുകൊണ്ട് പഠിക്കുക. അപേക്ഷ സമർപ്പിക്കുന്നത് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസറിനാണ് എങ്കിൽ 35 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കേണ്ടതാണ്. ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിച്ചിട്ടുള്ളതാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി ലഭിക്കണം. അത് ആർക്ക് കൊടുത്താലും, കേട്ടോ സുഹൃത്തുക്കളെ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് കൊടുത്താലും ശരി, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് കൊടുത്താലും മതി, ആർക്കാണെങ്കിലും ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും ബാധിക്കുന്നതാണ് എങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി ലഭിച്ചിരിക്കണം. അത്രയും ഇമ്പോർട്ടന്റ് ആയ കാര്യമായതുകൊണ്ടാണ് കേട്ടോ. മൂന്നാം കക്ഷി കൂടി ഉൾപ്പെട്ടിട്ടുള്ള അപേക്ഷകൾക്ക് 40 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം. അപ്പോൾ കക്ഷി ചേരുമ്പോഴേ അതിലൊരു മൂന്നാം കക്ഷി ഉണ്ട് എന്ന് കരുതുക. AB എന്ന് പറഞ്ഞ 2 കക്ഷിയോടൊപ്പം നമ്മൾ ഒരു കക്ഷിയെ കൂടെ ചേർത്ത് C എന്ന് പറഞ്ഞ മൂന്നാമതൊരു കക്ഷിയെ കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അപേക്ഷകൾക്ക് 40 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം. മൂന്നാം കക്ഷിയോട് അഭിപ്രായം അറിയാൻ വേണ്ട സമയപരിധി 5 ദിവസമാണ്. മൂന്നാം കക്ഷിയോട് അഭിപ്രായം അറിയാൻ വേണ്ട സമയപരിധി എന്താണ്? 5 ദിവസമാണ്. മൂന്നാം കക്ഷിക്ക് മറുപടി നൽകുന്നതിന് വേണ്ടിയുള്ള സമയപരിധി 10 ദിവസമാണ്. കൺഫ്യൂഷൻ ആവല്ലേ. മൂന്നാം കക്ഷിയോട് അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷന് വേണ്ട സമയപരിധി എത്രയാണ്? 5 ദിവസം. അതായത് നമ്മളൊരു വിവരാവകാശം കൊടുത്തു എന്ന് കരുതുക, അതില് മൂന്നാം കക്ഷി ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ വിവരാവകാശ കമ്മീഷൻ 5 ദിവസത്തിനുള്ളിൽ ആ കക്ഷിയോട് ചോദിക്കണം അയാളുടെ അഭിപ്രായം എന്ത് എന്നുള്ളത്. മനസ്സിലായോ? അതുപോലെ തന്നെ ഈ അഭിപ്രായം നമ്മുടെ വിവരാവകാശ കമ്മീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ കക്ഷി ഉണ്ടല്ലോ, ആ പുള്ളിക്കാരൻ 10 ദിവസത്തിനുള്ളിൽ അതിനുള്ള മറുപടി ഇൻഫർമേഷൻ കമ്മീഷന് തിരിച്ചു കൊടുക്കുകയും വേണം. ഇതാണ് കേട്ടോ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. സംഭവം ഒന്നിലെ സുഹൃത്തുക്കളെ ഇത്രയേ ഉള്ളൂ. ഈ മൂന്നാം കക്ഷിയോട് നമ്മുടെ വിവരാവകാശ കമ്മീഷൻ 5 ദിവസത്തിനകത്ത് കാര്യം പറഞ്ഞിരിക്കണം. ഇങ്ങനെ ഒരു വിവരാവകാശം വന്നിട്ടുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് 5 ദിവസത്തിനകത്ത് ആര് പറഞ്ഞ് ചോദിച്ചിരിക്കണം? നമ്മുടെ വിവരാവകാശ കമ്മീഷൻ ചോദിച്ചിരിക്കണം. ഇനി വിവരാവകാശ കമ്മീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ മൂന്നാമത്തെ കക്ഷി ഉണ്ടല്ലോ, പുള്ളിക്കാരൻ എന്ത് ചെയ്യണം? 10 ദിവസത്തിനുള്ള അതിനുള്ള റിപ്ലൈയും കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ മറുപടിയും കൊടുത്തിരിക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറുവാനുള്ള സമയപരിധി 5 ദിവസമാണ്. അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറുവാനുള്ള സമയപരിധി എത്രയാണ്? 5 ദിവസമാണ്. ഇത്രയും പോയിന്റ്സ് സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. ആത്മീയ സഭ ഏതാണ്? ആത്മീയ സഭ 1814 ആത്മീയ സഭ സ്ഥാപിച്ച നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ്. 1814 ആത്മീയ സഭ സ്ഥാപിച്ച നവോത്ഥാന നായകനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജാറാം മോഹൻ റോയ് ആണ്. ആത്മീയ സഭ ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയിലാണ്. ആത്മീയ സഭ ആരംഭിച്ചത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക മത പരിഷ്കരണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് ആത്മീയ സഭയാണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക മത പരിഷ്കരണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് ആത്മീയ സഭയാണ്. 1817 കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കാൻ സഹായങ്ങൾ നൽകിയ നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ് ആണ്. പഠിച്ചോളനെ,
1817 കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കാൻ സഹായങ്ങൾ നൽകിയ നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയിയോടൊപ്പം കൊൽക്കത്ത ഹിന്ദു കോളേജ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത വ്യക്തി ഡേവിഡ് ഹരെയാണ്. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡേവിഡ് ഹരെ എന്നുള്ള പേര് മറക്കല്ലേ. രാജാറാം മോഹൻ റോയ്ക്കൊപ്പം 1817 കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത വ്യക്തിത്വം ആരാണ്? ഡേവിഡ് ഹരെയാണ്. ആരാണ്? ഡേവിഡ് ഹരെയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ആത്മീയ സഭയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. 1814 ആത്മീയ സഭ സ്ഥാപിച്ച നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ് ആണ്. ആത്മീയ സഭ ആരംഭിച്ചത് എവിടെയാ? കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് ആത്മീയ സഭ. 1817 കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കാൻ സഹായങ്ങൾ നൽകിയ നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയിയോടൊപ്പം 1817 കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത വ്യക്തിത്വം ആരാണ്? ഡേവിഡ് ഹരെയാണ്. ആരാണ്? ഡേവിഡ് ഹരെയാണ്. പഠിക്കുക. അഹിന്ദുക്കളെ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിന് ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം. പഠിച്ചോളനെ, പ്രീവിയസ് ആണ്. അഹിന്ദുക്കളെ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിന് ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം. പഠിക്കുക. അടുത്തതായി പഠിക്കുവാനുള്ളതാണ് ആര്യ സമാജം. ഏതാണ്? ആര്യ സമാജം ദയാനന്ദ സരസ്വതി. ആര്യ സമാജം ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. ആര്യയ്ക്ക് ഒരുപാട് ആനന്ദമുണ്ടങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. ആര്യയ്ക്ക് ഒരുപാട് ആനന്ദമുണ്ടെന്നങ്ങ് പഠിച്ചാൽ മതി. അപ്പൊ ആര്യ സമാജം ആരംഭിച്ചത് ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. ആര്യ സമാജ സ്ഥാപകൻ ദയാനന്ദ സരസ്വതി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആര്യ സമാജം ആരംഭിച്ച വർഷം 1875 ഏപ്രിൽ മാസം 7-ാം തീയതി. ആര്യ സമാജം ആരംഭിച്ച വർഷം 1875 ഏപ്രിൽ മാസം 7-ാം തീയതി. ആര്യ സമാജം ആരംഭിച്ചത് എവിടെയാണ്? മുംബൈയിലെ കത്തിയാവാറിലാണ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആര്യ സമാജം ആരംഭിച്ചത് എവിടെയാണ്? മുംബൈയിലെ കത്തിയാവാർ എന്ന പ്രദേശത്താണ്. ആര്യ സമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് 10 തത്വങ്ങള്. ആര്യ സമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് 10 തത്വങ്ങൾ. ഇമ്പോർട്ടന്റ് ആണ്. ആര്യ സമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്ത്? 10 തത്വങ്ങൾ. എന്താണ്? 10 തത്വങ്ങൾ. ആര്യ സമാജത്തിന്റെ മുദ്രാവാക്യമാണ് ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക. ഇമ്പോർട്ടന്റ് ആണ്. ആര്യ സമാജത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്നുള്ളതായിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അഹിന്ദുക്കളെ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിന് ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം. എന്താണ്? ശുദ്ധി പ്രസ്ഥാനം. അടുത്തതാണ് ആര്യ സമാജം. ആര്യ സമാജ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജം ആരംഭിച്ച വർഷം 1875 ഏപ്രിൽ മാസം 7-ാം തീയതി. ആര്യ സമാജം ആരംഭിച്ചത് മുംബൈയിലെ കത്തിയാവാറിലായിരുന്നു. ആര്യ സമാജം ആരംഭിച്ചത് മുംബൈയിലെ കത്തിയാവാറിലായിരുന്നു. ആര്യ സമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് 10 തത്വങ്ങള്. ആര്യ സമാജവും ബന്ധപ്പെട്ടിരിക്കുന്നതാണ് 10 തത്വങ്ങള്. ഇതും പ്രീവിയസ് ആയി PSC ചോദിച്ചിട്ടുള്ളതാണ്. ആര്യ സമാജത്തിന്റെ മുദ്രാവാക്യം എന്താണ്? ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്നതാണ്. പഠിക്കുക. ഇത്രയുമായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. അത്രയും നേരം വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. ഒരിക്കൽ കൂടി സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി.